40 വർഷത്തെ ഇടതു ഭരണം അട്ടിമറിച്ച് തിരുവനന്തപുരം കരവാരം പഞ്ചായത്ത് പിടിച്ചെടുത്തതാണ് BJP. പക്ഷേ പ്രശ്നം എന്താണെന്നോ, BJPക്ക് 4 വർഷം പോലും തികയ്ക്കാനായില്ല. പാർട്ടിയിലെ അടിപിടിയും ഈ CPMന്റെ രാഷ്ട്രീയ കൗശലത്തിലുമൊക്കെ അടിതെറ്റി വീണുപോയി BJP. വീണെടുത്ത് നിന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് BJPയും കിട്ടിയ പിടിവലിയിലൂടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ CPMും ഇറങ്ങുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ തീ പാറും. പുതിയ ഭരണസമിതിയിൽ ഒരു വർഷം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 25-24 1 രൂപ പോലും അവർക്ക് ചിലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയില്ല. ഞങ്ങൾ വെച്ച ഫണ്ടിന്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. സ്കൂളുകളുടെ പ്രഭാത ഭക്ഷണം അവർ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇവിടെ വന്ന ശേഷം അത് നിർത്തലാക്കി. അത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. ഇവർ ആരോപണങ്ങളൊക്കെയാണ്. ഇവർ ചെയ്തതിന്റെ ഉച്ചഭക്ഷണമല്ല നമ്മൾ കഴിക്കണം. അവർ ചെയ്ത പരിപാടി നമ്മൾ അതിൽ കയറി അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണ്. ഈ പഞ്ചായത്തിന്റെ മുകളിലത്തെ ഓഡിറ്റോറിയം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാധുനിക സൗകര്യത്തോടു കൂടി ഇന്റർനാഷണൽ സ്റ്റൈലിൽ ഒരു പുതിയ ഓഡിറ്റോറിയം എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി. ഏറ്റവും വലിയ എൻ്റെ മുകളിൽ ഒരു ഹാളുണ്ട്. ഏകദേശം 25 ലക്ഷം രൂപ മുടക്കി. നിങ്ങൾ പോയി കാണും. ഞങ്ങൾ കേന്ദ്ര പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ വെച്ച ഫണ്ട് അവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? വികസന പ്രവർത്തനങ്ങളുടെ ഒരു പെരുമഴ തന്നെ സത്യത്തിൽ ഈ ഭരണസമിതിക്കും എനിക്കും ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ ചെയ്ത പദ്ധതികളുടെ അവസാന ഭാഗത്തിന്റെ ഉദ്ഘാടനങ്ങളല്ലാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുക എവിടെയാ സമയം. കരവാരത്ത് കരപിടിക്കാൻ കരുതിക്കൂട്ടിയാണ് ഇവരുടെ നീക്കം. കയ്യും മെയ്യും മറന്നിറങ്ങിയാൽ മാത്രം പോരാ, കൗശലവും വേണം. 2020 കരവാരം പിടിച്ച BJP തന്ത്രം 4 വർഷത്തിൽ ഒടുങ്ങി. വൈസ് പ്രസിഡന്റ് സിന്ധു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി എന്നിവരുടെ രാജിയോടെയാണ് ഭരണം സ്തംഭിച്ചത്. BJP പ്രസിഡന്റും മറ്റു ചില നേതാക്കളുമായുള്ള കലഹം അങ്കത്തട്ടിൽ അവസാനിച്ചില്ല. പഞ്ചായത്തിനകത്തും പുറത്തും BJPക്കാർ ഏറ്റുമുട്ടി. തക്കം പാത്തിരുന്ന CPM കളി കാര്യമാക്കി. രാജിക്ക് പിന്നാലെ BJPയുടെ കക്ഷിനില 9-ൽ നിന്ന് 7 ആയതോടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. 5-ൽ നിന്ന് 7 സീറ്റും SDPയുടെ പുറത്തുനിന്നുള്ള പിന്തുണയുമായി LDF അധികാരത്തിലെത്തി. ജനതാദൾ സ്ഥാനാർത്ഥിയായ A സജീറിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി SDPI പിന്തുണയെന്ന ആക്ഷേപത്തെയും CPM മയപ്പെടുത്തി. SDPI ഇവിടെ 2 സീറ്റ് പിടിക്കുമ്പോഴാണ് BJP അവരുടേതായ നിലയിൽ ഈ വോട്ടുകളെ ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്നു. ജാതി രാഷ്ട്രീയത്തിലേക്ക് വോട്ടിനെ ക്രോഡീകരിക്കുന്നു. 6 CPMന്റെ മെമ്പർമാർ ഇരിക്കെ ഞാൻ എൻ്റെ ചോദ്യം, ഒരു ജനതാദളിൻ്റെ പ്രസിഡന്റ് ആക്കുക എന്ന് പറയുന്നത് എന്താണ് സംവിധാനം CPMന്റെ? അതെന്താണ്? അതാണ് അവിടെ സ്രോതസ് എന്ന് ഞാൻ പറഞ്ഞത്. സഖാക്കൾ അവിടുത്തെ സ്ഥലം കാര്യം നാണം കെട്ട ഇതാണ്. സഖാവ് സജീർ എന്ന് വിളിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും പോയത് തന്നെ. BJP ഭരണസമിതിയുടെ മിക്കവാറുമുള്ള കാര്യങ്ങളിൽ SDPയുടെ ഇടപെടൽ കാര്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആരോപണം വയ്ക്കാൻ പറ്റുമോ? ഞങ്ങൾ SDPയെ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആ ആരോപണത്തിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതൊക്കെ വെറും ശുദ്ധമായ വിഡ്ഢിത്തമാണ്. വികസന നേട്ടങ്ങളാണ് വോട്ടിന് വേണ്ടി BJPയും LDFും മുന്നോട്ട് വയ്ക്കുന്നത്. കരവാരത്തെ രാഷ്ട്രീയം പുറത്ത് കാണുന്നത്ര ശാന്തമല്ല. 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന BJPക്ക് അത് തോൽവിയേക്കാൾ പ്രഹരമാണ്. പ്രഹരിച്ചത് CPMും. അതുകൊണ്ട് പണവും പദവിയും നൽകിയുള്ള രാഷ്ട്രീയ കളികൾ കരവാരത്തിനിയും കാണേണ്ടി വന്നേക്കും. ഇടതു കോട്ടയായിരുന്ന കരവാരം ഗ്രാമപഞ്ചായത്തിലെ BJPയുടെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ്. കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയെങ്കിലും അതവർക്ക് നിലനിർത്തി പോകുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. എങ്കിലും വലിയ സ്വാധീനമാണ് ഇവിടെ BJP. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വോട്ടുകൾ BJP തൂത്തുവാരിയിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരം തീ പാറും എന്നുറപ്പാണ്. ജയേന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.